ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വാൾ ഡെക്കോർ ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വാൾ പുട്ടി കോൺ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്, അക്രിലിക് പെയിൻറ്റ് വൈറ്റ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറ്, പല ഷേപ്പിലുള്ള മിറർ, ഈ വാൾ പുട്ടി കോൺ, പിന്നെ ഈ അക്രിലിക് പെയിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള 2 കളേഴ്സുള്ള ത്രെഡ്, പിന്നെ ഗമ്മ്, സിസേഴ്സ്, പെൻസിൽ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ റൗണ്ട് ഷേപ്പുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. അതിന് ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കേക്ക് ബോർഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് കളറാണ് ബോർഡെങ്കിൽ ഈ ബേസ് കോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ബ്രൗൺ ഷെയ്ഡിൽ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് കളേഴ്സ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുന്നത്. വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആക്കാൻ വയ്ക്കുക. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചും റെഡും ബ്ലാക്കുമാണ്. അതൊരു കോമ്പിനേഷനിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിൽ ഓറഞ്ച്, അതിൻ്റെ പുറത്തായിട്ട് റെഡ്, ഏറ്റവും പുറത്തായിട്ട് ബ്ലാക്ക്, അങ്ങനെയാണ് ഞാൻ അടിച്ചു കൊടുക്കണേ. ഇപ്പോൾ ഞാൻ പെയിൻ്റ് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഡിസൈൻ വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പസും സ്കെയിലൊക്കെ യൂസ് ചെയ്ത് പല റേഡിയസിലും അതുപോലെ പല ആംഗിൾസിലും ഒരുപാട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻസിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻസ് ഒക്കെ വാൾപുട്ടി കോൺ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഒരു മൈലാഞ്ചി കോണിൻ്റെ ഷേപ്പിലാണ് ഈ വാൾപുട്ടി കോൺസ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ഡയാമീറ്ററിൽ ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഔട്ട്ലൈൻസ് ഫുള്ള് വരച്ചു കൊടുക്കാം. ഇനി നമുക്കത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വയ്ക്കാം. പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ മിറേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പല ഷേപ്പുള്ള മിറേഴ്സ് ഉണ്ട്. വെള്ളത്തിൻ്റെ ഡ്രോപ്സ് പോലുള്ള മിറർ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, വലിയൊരു സ്ക്വയർ ഉണ്ട്. അത് തന്നെ വലിയൊരു സ്ക്വയർ പീസ് നടുക്ക് തന്നെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ ഡ്രോപ്സ് വെച്ചിട്ട് അതിന് ചുറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഷേപ്പും പല രീതിയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എവിടെ വേണമെങ്കിലും മിറേഴ്സ് വെച്ച് കൊടുക്കാം, നമ്മുടെ ഒരു പിക്ചർ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് മിറേഴ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈ ആയതിന് ശേഷം ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കാം തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബ്ലാക്ക് ത്രെഡും ഓറഞ്ച് ത്രെഡും വെച്ചിട്ട്, അതായത് ആ പെയിൻറ്റിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സ് എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ടാസൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളിയായിട്ട് ഫൈനൽ ഔട്ട്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്